ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നടന്നത് നമ്മൾ അടുക്കളയിലെ വെറും 2 ചേരുവകൾ ഉപയോഗിച്ച് നമ്മുടെ മുഖം നല്ല നിറവും തിളക്കവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കും. ഇതൊരു അറബിക് ഫേസ് പാക്കാണ്. ഈ അറബിക് രാജ്യങ്ങളിലുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഫേസിൽ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. ഈ ഒരു പൊടി നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അടുക്കളയിലുള്ള ഒരു പൊടിയാണ്. വെറും 2 ചേരുവകൾ ഉപയോഗിച്ച് നമ്മുടെ മുഖം എങ്ങനെയാണ് നല്ല നിറവും അതേപോലെ തന്നെ തിളക്കമുള്ളതാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിനായിട്ട് ആവശ്യമുള്ള സാധനം നിറഞ്ഞത് മുത്താറീൻ്റെ പൊടിയാണ്. മുത്താറി എന്ന് പറഞ്ഞാൽ ചൊളാണ്ടി എന്നെല്ലാം ചില നാടുകളിൽ പറയും. റാഗി പൗഡർ, അതാണ് സംഭവം. അത് 1 ടീസ്പൂണോളം എടുക്കാം. ഈ ഒരു പൗഡർ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം തിളപ്പിക്കൊന്നും ചെയ്യാത്ത സാധാരണ പച്ചപ്പാൽ, പശുവും പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കുറുക്ക് ഉണ്ടാക്കുമല്ലോ, ആ ഒരു കുറുക്ക് പോലെയാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ഫേസ് പാക്ക് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിലിടാം. പക്ഷേ അതിൽ മധുരമൊന്നും ഇടാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല വെള്ളം പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിതൊരു പാത്രത്തിലേക്കിട്ട് ചെറിയൊരു തീയിൽ, അതായത് പാത്രം നല്ലോണം ഒന്ന് ചൂടായാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ പാത്രത്തിൻ്റെ ചൂടിലിട്ടിട്ട് നമ്മളിതൊന്ന് കുറുക്കിയെടുത്താൽ മതി. കാരണം ഇത് അളവ് കുറഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ആ ജസ്റ്റ് പാത്രം ചൂടായാൽ നമ്മളിത് ഓഫാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും കേട്ടോ. ഇത് ഭയങ്കര കട്ടിയായി പോയാൽ പിന്നെ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഈ കുറുക്കിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ കട്ട പോലെയായിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്മൂത്താക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറയുന്നത്. ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ആഡ് ചെയ്യേണ്ട. പാലും നമ്മൾ ആ ഒരു മുത്താറിൻ്റെ പൊടി, റാഗി പൗഡർ മാത്രം മതി. ഇനി നിങ്ങൾ ഡ്രൈ സ്കിൻ അല്ലാത്തവരാണ്, ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയും കൂടിയും പിഴിയുക കേട്ടോ. ഡ്രൈ സ്കിന്നുകാർ പിഴിയേണ്ട ആവശ്യമില്ല. ഡ്രൈ അല്ലാത്ത സ്കിന്നുകാർ, നോർമൽ സ്കിന്നുകാർക്ക് കുറച്ച് ചെറുനാരങ്ങ കൂടി നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലെങ്കിൽ ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ടായിരിക്കും. ഇത് നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ വാരി തേച്ച് കഴുകിക്കളിയല്ല ഒരു ഫേസ് പാക്ക് ഇടല് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു 10 ആൾ ചെയ്താൽ ഒരു 8 ആൾക്ക് റിസൾട്ട് കിട്ടും, ഒരു 2 ആൾക്ക് റിസൾട്ട് കിട്ടാണ്ടല്ല എന്നത് ഈ ചെയ്യുന്നതിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ്. പിന്നെ അവരുടെ സ്കിൻ ടൈപ്പ് കൊണ്ടും നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 മിനിറ്റ് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതിനുശേഷം ഇത് നമ്മൾ ഫേസിലേക്ക് ഒരു 25 മിനിറ്റെങ്കിലും വെക്കണം. സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു വാം വാട്ടറിൽ, ഒരു ഇളം ചൂടുള്ള ഒരു വെള്ളത്തിൽ കഴുകിക്കളയാന്നാണെങ്കിൽ കണ്ടോ, ഞാൻ കഴുകുന്ന സമയത്ത് തന്നെ ഒരു പൗഡർ ഇട്ടൊരു എഫക്റ്റ് വന്നത് കണ്ടോ. നല്ലൊരു റിസൾട്ടാണ്. ഞാൻ ലൈവായിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി. ഞാനങ്ങനെ നിർബന്ധിക്കുന്നൊന്നുമില്ല. നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ്. അറബിക് ഫേസ് പാക്ക് എന്ന് നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ അടിച്ചു നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുക ഈ റാഗി പൗഡറാണ്. അപ്പോൾ ഇത് കണ്ട് അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത സാധനമൊന്നും നിങ്ങൾക്ക് അലർജിയോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഏതൊരു ഫേസ് പാക്കും ഡയറക്റ്റ് ഫേസിൽ ഇടുന്നതിന് മുന്നേ കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത്. അതിനുശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.